ഹായ്, ഇന്ന് നമുക്ക് ഒരു നാടൻ 4 മണി പലഹാരം ഉണ്ടാക്കാം. അരിയുണ്ട. നമ്മുടെ സാധാ ചോറ് വെക്കുന്ന അരിയും കൊണ്ട്, മട്ട അരിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ട. എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കി തരുന്നൊരു പലഹാരമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. നമുക്ക് നോക്കാം. ഈ ബൗളിൽ ഒരു ബൗള് നമ്മൾ ചോറ് വെക്കുന്ന മട്ട അരി എടുത്തിട്ടുണ്ട്. ആ അരി നമ്മളൊരു 3-4 പ്രാവശ്യം കഴുകി വെള്ളം വാലാൻ വെച്ചതാണ്. ഇപ്പോൾ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. അതിലോട്ട് നമുക്കിത് വറുത്തെടുക്കാനാണ്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാവേ. നല്ല ബ്രൗൺ കളറിൽ നമുക്ക് വറുത്തെടുക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നിർത്താതെ കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണേ. നമ്മുടെ അരിയുടെ ഇപ്പോൾ കളറൊക്കെ ചെറുതായിട്ട് മാറുന്നുണ്ട്, ചെറുതായിട്ട് പൊട്ടി തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഏലക്ക ഇടാം. ഇനി ഏലക്ക പൗഡർ ആണെങ്കിൽ ഇപ്പോൾ ഇടണ്ട. എൻ്റെ ഇവിടെ 4 ഏലക്കയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഗോൾഡൻ കളറൊക്കെ ആയി, ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് മാറ്റാം. കാരണം ഇതിൻ്റെ ചട്ടിയുടെ ചൂടും കൊണ്ട് ഒന്നും കൂടി ഇത് മൂക്കും. അതുകൊണ്ടാണ് ഇതിലോട്ട് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. അരി വറുത്തത് ചൂടുണ്ട്. ഇപ്പം പാനി തന്നെ ഓയിലൊന്നുമില്ല, നമ്മൾ ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. ഒരു 10-12 ക്യാഷ്യൂ. നമുക്ക് ക്യാഷ്യൂ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവേ. ഇത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി റോസ്റ്റ് ചെയ്തതാണ്. നമുക്കിത് ക്യാഷ്യൂവിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. നമുക്ക് കോരിയെടുക്കാം. ചൂടൊക്കെ ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ പൊടിച്ചെടുക്കണേ. ഇത് വെച്ചാൽ ക്യാഷ്യൂവും കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അരി എടുത്ത അതേ കപ്പിന് തന്നെ 3/4 കപ്പ് ശർക്കര ചീകി എടുത്തതാണ് ഇത്. അരിയുടെ കപ്പിന് തന്നെ 3/4 കപ്പ് തേങ്ങ ചിരകിയത് നമുക്കിട്ടു. ഒന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാമോ. ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല. ഒരു നുള്ളു ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. എൻ്റെ കടലയിൽ ഉപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഉപ്പിട്ടിട്ടില്ല. നമ്മൾ ചെറിയ ഉരുളയാക്കി ബോൾ പോലാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. മക്കൾക്കൊക്കെ നല്ലതാണ്. നമ്മൾ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇതുണ്ടാക്കി അമ്മച്ചിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ അമ്മച്ചിയൊക്കെ ഇത് മിക്സിയിൽ പോലുമല്ല പൊടിക്കുന്നത്, ഉരലിലിട്ട് അരി, ഈ വറുത്ത അരി പൊടിച്ച് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നല്ല ഒരു പലഹാരമാണിത്. ഇത് 2-3 ദിവസം വരെ പുറത്ത് വെക്കാം, കേടൊന്നും ആവത്തില്ല. ഇനി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ അരിയുണ്ട എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ആ 1 കപ്പ് അരിയും കൊണ്ട് ഞാനിപ്പോൾ 25 ചെറിയ ഉണ്ടയാക്കി 25 ഉണ്ടയാക്കിയിട്ടുണ്ട്. ഇതെന്താണെങ്കിലും നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തിയാണ്. ശർക്കരയും തേങ്ങയും മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ സാദാ മട്ടയരി. ഇതെന്താണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം.